ആനിക്കാട്ടിലുള്ള കാവനാർക്കടവിൽ മുരടി പാലത്തിൽ ഇന്നലെ രാത്രിയിൽ ആരോ കൊണ്ട് കുറേ വേസ്റ്റുകൾ കൊണ്ട് തള്ളിയായിരുന്നു. ഒരു 3-4 ചാക്ക് വേസ്റ്റ്. അത് ആറ്റിലോട്ട്, പാലത്തിൽ നിന്ന് ആറ്റിലോട്ട് ഇടുന്ന വഴിക്ക് ആരോ വന്നപ്പോൾ അവർ അവിടെ കളഞ്ഞിട്ട് ആ പാലത്തെ തന്നെ ഉപേക്ഷിച്ചിട്ട് അത് പോയതാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക്, ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നിരവധി വാഹനങ്ങൾ പാലത്തിൽ കൂടെ പോയി. ആ വാഹനങ്ങളെല്ലാം ആ ചാക്കയിലും ആ വേസ്റ്റയിലും കൂടെ കയറി ഇറങ്ങി അത് ആ പാലം മുഴുവനും അങ്ങ് പടർന്നു. ഒത്തിരി വേസ്റ്റ് എല്ലായിടത്തും അങ്ങ് പാലം നിറയായി. എന്നെ പലരും വിളിച്ചറിയിച്ചായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തരത്തിൽ ഇത് കൈകൊണ്ട് പോലും വരാൻ വയ്യാത്ത അവസ്ഥയിൽ അഴുകിയ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്നതായ പല വേസ്റ്റുകളും വിസ്പറും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഉപയോഗിച്ചത് ഒരു കവറിൽ കെട്ടി എല്ലാം കൂടെ വെച്ചിട്ട് അത് വണ്ടി കയറിയിട്ട് ആകെ നാശമായിട്ട് ആ പാലം മുഴുവനും ഇങ്ങനെ കിടക്കുകയായിരുന്നു. കണ്ടിട്ട് തിരിച്ച് പോരാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള 2 വീടുകളിൽ നിന്ന് ചാക്കുകൾ കൊണ്ടുവന്നിട്ട് ഞാനത് മുഴുവനും ചാക്കിൻ്റെ അകത്തേക്ക് അത് വാരി. ഇത് കണ്ട് ഒത്തിരി വണ്ടിക്കാരവിടെ നിർത്തി എല്ലാവരും വിവരങ്ങൾ അന്വേഷിച്ചു. ഇത് രാവിലെ മുതലേ ഇവിടെ ഇങ്ങനെ കിടക്കുക, ആരും കണ്ടില്ലേ, എടുത്തില്ലേ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇത് ആ പാലം നിറയെ അങ്ങായായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഒന്നും ചിന്തിച്ചില്ല, കയ്യിലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ട് പെട്ടെന്ന് തന്നെ വേസ്റ്റുകളെല്ലാം ചാക്കിലേക്ക് വാരി ഇട്ടു. കാരണം അത് അങ്ങനെ പാലത്തേലിട്ടേക്കാനും പറ്റത്തില്ല. നിറയെ പ്ലാസ്റ്റിക്കായിരുന്നു. അതിൻ്റെ കൂടെ ഒത്തിരി അഴുക്ക് വേസ്റ്റുകളും ഉണ്ടായിരുന്നു. അത് ഞാൻ പറക്കുന്ന കണ്ടപ്പോഴത്തേക്ക് 2-3 പേരൂടെ എൻ്റെ കൂടെ കൂടി വേഗം തന്നെ അത് വാരി ഓരോ ചാക്കിലാക്കി ഞങ്ങളവിടെ നിറച്ച് വെച്ചു. ഇതിൽ കൂടുതൽ ചാക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം. കാരണം അത് ആറ്റിലേക്ക് അവർ വലിച്ചെറിഞ്ഞതായിരിക്കാം, ബാക്കി വന്നതായിരിക്കും ഈ ഇട്ടേച്ച് പോയത്. ഇങ്ങനെയുള്ളതായ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നതായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്തു വരുന്നു. ഇത് ഒരു ദിവസം ഈ പാലത്തേലാണെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ അപ്പുറത്തുള്ള റോഡിലാണ്. ഇങ്ങനെ ഓരോ ദിവസം മാറി മാറി ഈ വേസ്റ്റുകൾ കൊണ്ട് നിക്ഷേപിക്കുന്നത് നമ്മുടെ നാടിന് വളരെ നാശം സംഭവിക്കുന്നു. അതുതന്നെയല്ല, ഇത്രയും പ്ലാസ്റ്റിക്കുകൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. ഹരിതകർമ്മ സേനയുടെ നിറഞ്ഞൊരു സാന്നിധ്യം നമുക്കുണ്ട്. ഇത് നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ കടകളിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും അടുത്ത വാർഡ് മെമ്പറെ വിളിച്ചറിയിക്കുക. അവരുടനെ തന്നെ ഹരിതകർമ്മ സേനയെ വിവരം അറിയിച്ചിട്ട് അവർ വന്നത് കൊണ്ടുപോയിക്കോളും. ഇത്രയും വൃത്തികെട്ട നീചമായ പ്രവൃത്തികൾ ചെയ്യരുതേ എന്നുള്ളൊരു അപേക്ഷയുണ്ട്. കാരണം ഇത് കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പുഴുകിയ വേസ്റ്റുകളെല്ലാം കൂടെ പിന്നെ വാരുന്നൊരവസ്ഥ അത് വളരെ ദയനീയമാണ്. അപ്പോൾ ഇത് വളരെ കഷ്ടം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ ചെയ്യുന്നത്. ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ അത് കണ്ടിട്ട് ഇട്ടേച്ച് പോരാൻ വയ്യാത്തൊരവസ്ഥയായതുകൊണ്ട് ഞാനത് ചെയ്യേണ്ടി വന്നു. ഒത്തിരി സമയമെടുത്തു കേട്ടോ ഇതൊന്ന് പറക്കി കൂട്ടാനായിട്ട്. കാരണം നമ്മുടെ കയ്യിൽ ഈ പ്ലാസ്റ്റിക് കഴിഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേര് വന്ന് നമ്മളോട് ഇങ്ങനെ വിവരങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കുന്നത് നമ്മൾ തന്നെ കൊണ്ടിട്ടിട്ട് നമ്മൾ തന്നെ വാരുവാന്നുള്ളതാണ് ചിലരുടെ വിചാരം. പക്ഷേ രാവിലെ മുതലേ അതിലെ യാത്ര ചെയ്തവർക്കും അതുപോലെ തന്നെ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയവരും അത് കണ്ട കാഴ്ചയാണ്. അപ്പോഴാണ് അവർ നമ്മളെ വിളിച്ചിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇത് നിങ്ങൾ തൽക്കാലത്തേക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും, തീ കത്തിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും, നാളേക്ക് വരുന്ന തലമുറകൾക്ക് ഇതെന്തുമാത്രം ദോഷം ചെയ്യുമെന്നുള്ള കാര്യം. 1 ചാക്കല്ല, 2 ചാക്കല്ല, 5 ചാക്ക് മേലെ പറക്കാനുള്ളതുണ്ടായിരുന്നു. പിന്നെ അവിടെ ചാക്ക് കിട്ടാൻ വയ്യാത്തതുകൊണ്ട് ചവിട്ടി ഒതുക്കി അതിൻ്റെ അകത്ത് കയറ്റി വെച്ച് ഞങ്ങളൊരു 4-5 ചാക്കിലാക്കി ആ പാലത്തിൻ്റെ തന്നെ ഒരു സൈഡിലേക്ക് ഞങ്ങൾ കെട്ടിമുറുക്കി അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഹരിതകർമ്മ സേന, ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് അവർ വിളിച്ചിട്ട് സ്ഥലത്തില്ലായിരുന്നു. അപ്പം നാളെ തന്നെ തിങ്കളാഴ്ച തന്നെ അത് അവിടുന്ന് നീക്കം ചെയ്യാനുള്ളതായ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇത് ഇങ്ങനെ ഈ നടു റോഡിൽ കൊണ്ടിടുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. അതും ഒരു നല്ല വീതിയുള്ള ഒരു പാലത്തിൽ ഇത്രയും ഇത് നിരന്ന് ഇത് സത്യം പറഞ്ഞാൽ മുരണ്ണി ആ ഭാഗത്തേക്കുള്ള പാലത്തിൻ്റെ സൈഡിലോട്ടാണ് അത് കിടന്നത്. പക്ഷേ ഇത് വണ്ടി പോയപ്പം പൊട്ടിയിട്ട് കാറ്റടിച്ചിട്ട് ഇത് ഇങ്ങനെ ആനിക്കാട്ടിലോട്ട് വീഴുക.
പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിലും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുമല്ലോ എന്നോർത്തിട്ട് നിരവധി ആൾക്കാർ നടന്നും അമ്പലത്തിലും മറ്റുള്ളതായ എല്ലാ ആവശ്യങ്ങൾക്കും ഈ പാലം വഴി പോകുന്നതാണ്. നടന്നു പോലും പോകാൻ വയ്യാത്ത അവസ്ഥയിൽ അഴുകിയ സാധനങ്ങൾ വണ്ടിയുടെ കയറി കഴിയുമ്പോൾ ഉള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ അത് നീക്കം ചെയ്യാനായിട്ട് മുൻകൈ എടുത്തത്. അപ്പോൾ ഇനിയും മേലാൽ ഇത് ഇട്ടവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നീചമായ പ്രവൃത്തികൾ, ദുഷ്ടത നിറഞ്ഞ ഇത്രയും പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് തന്നെ നമ്മൾ ചെയ്യുന്ന വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും ദോഷകരമായൊരു കാര്യങ്ങളാണ്. അപ്പോൾ മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ തന്നെ അത് വയ്ക്കുക സുരക്ഷിതമായി. അല്ലെങ്കിൽ കടകളിലാണെങ്കിൽ കടകളിൽ തന്നെ സുരക്ഷിതമായിട്ട് ഇത് വയ്ക്കുക. എന്നിട്ട് വാർഡ് മെമ്പറെ വിളിച്ചറിയിച്ചാൽ അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും.